നമസ്കാരം. എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. സോ എല്ലാ പ്രേക്ഷകരും ഈ അപ്ഡേറ്റ് പൂർണ്ണമായിട്ട് കാണുക. വാർത്ത മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡുകളുമായി ബന്ധപ്പെട്ട നിലവിൽ വൻ മാറ്റങ്ങളും അതോടൊപ്പം തന്നെ നിരവധി പരിഷ്കാരങ്ങൾ, പുതിയ പരിശോധനകളൊക്കെയാണ് നടക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് പൊതുജനങ്ങൾ 3 കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഒന്നാമതായിട്ട് അനർഹമായിട്ട് മുൻഗണനാ റേഷൻ കാർഡുകൾ, അതായത് മഞ്ഞ കാർഡ്, പിങ്ക് കാർഡ്, ഇവ കൈവശം വെച്ചിരിക്കുന്നവരെ കണ്ടെത്തി ഈ മുൻഗണനാ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ്. ഏകദേശം 86,000-ഓളം അനർഹരെയാണ് ഇത്തരത്തിൽ വിവിധ പരിശോധനകളിലൂടെ കണ്ടെത്തി ഇവരെ പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. രണ്ടാമതായിട്ട് അർഹതയുണ്ടായിട്ടും ആനുകൂല്യങ്ങൾ ലഭിക്കാതിരുന്ന 73,000-ലധികം കുടുംബങ്ങൾക്ക് പുതിയ മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു എന്ന സന്തോഷ വാർത്തയുമുണ്ട്. മൂന്നാമതായിട്ട് വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന അരിയുടെ അളവിലും അതോടൊപ്പം തന്നെ അവരുടെ അലോക്കേഷനിലും പുതിയ തീരുമാനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ റേഷൻ കാർഡ് ഏത് വിഭാഗത്തിലാണെങ്കിലും സാമ്പത്തിക ബാധ്യതകളും പിഴവുകളും ഒക്കെ തന്നെ ഒഴിവാക്കാൻ ഈ വിവരങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക. അതോടൊപ്പം തന്നെ മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും കൃത്യമായിട്ട് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്യുക. നമുക്ക് വിശദമായിട്ടുള്ള വിവരങ്ങളിലേക്ക് കിടക്കാം. സംസ്ഥാനത്ത് അർഹരായിട്ടുള്ള പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കൃത്യമായി ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനാണ് സർക്കാർ ഇപ്പോൾ റേഷൻ കാർഡ് പരിശോധന ഇപ്പോൾ തീവ്രമാക്കിയിരിക്കുന്നത്. ഇതിനായിട്ട് പരമ്പരാഗത രീതികൾക്ക് പുറമെ അത്യാധുനിക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI സാങ്കേതിക വിദ്യയും ഡാറ്റ ക്രോസ് ചെക്കിങ്ങുമാണ് ഉപയോഗിക്കുന്നത്. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തവരുടെ വിവരങ്ങൾ, അതുപോലെ തന്നെ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ, ഉടമസ്ഥതയിലുള്ള ഭൂമിയുടെ അളവ്, കുടുംബാംഗങ്ങളുടെ പ്രതിമാസ വരുമാനം, സർക്കാർ ജോലി തുടങ്ങിയ വിവരങ്ങൾ വിവിധ വകുപ്പുകളുടെ ഡാറ്റാബേസുകളുമായി ഒത്തുനോക്കിയാണ് അനർഹരായിട്ടുള്ള വ്യക്തികളെയൊക്കെ തന്നെ ഇത്തരത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഒരു വ്യക്തിയുടെ പേര് പരിശോധനാ പട്ടികയിൽ വന്നു എന്നതുകൊണ്ട് മാത്രം ഈ കാർഡ് പെട്ടെന്ന് റദ്ദാക്കപ്പെടില്ല. അർഹത സംബന്ധിച്ച എന്തെങ്കിലുമൊക്കെ സംശയം ഉയർന്നാൽ നോട്ടീസ് നൽകുകയും ബന്ധപ്പെട്ട രേഖകളൊക്കെ തന്നെ കൃത്യമായി പരിശോധിച്ച് അത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ തുടർ നടപടികളൊക്കെ തന്നെ സ്വീകരിക്കുകയുള്ളൂ. അതിനാൽ ഈ വാർത്ത കേട്ട് സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്ന തെറ്റായ സന്ദേശങ്ങൾ കണ്ട് ആരും പരിഭ്രാന്തരാകേണ്ടതില്ല. നിലവിൽ ഉയർന്ന വരുമാനമുള്ളവരോ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടവരോ ആയിട്ടുള്ള ആളുകൾ മുൻഗണനാ കാർഡുകളൊക്കെ തന്നെ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ കർശനമായിട്ടുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരും. മുൻഗണനാ വിഭാഗത്തിൽ തുടരുകയും അതിലൂടെ സബ്സിഡി ആനുകൂല്യങ്ങളൊക്കെ തന്നെ കൈപ്പറ്റുകയും ചെയ്തതായിട്ട് കണ്ടെത്തിയാൽ നാളിതുവരെ കൈപ്പറ്റിയ ഭക്ഷ്യധാന്യങ്ങളുടെയൊക്കെ തന്നെ വിപണി മൂല്യം കണക്കാക്കി വലിയ തുക പിഴയായിട്ട് ഈടാക്കാൻ സിവിൽ സപ്ലൈസ് വകുപ്പിന് അധികാരമുണ്ട്. പരിശോധനയിൽ കുടുങ്ങുന്നതിന് മുൻപ് തന്നെ വരുമാനത്തിലോ സാമ്പത്തിക സ്ഥിതിയിലോ മാറ്റം വന്നിട്ടുള്ളവർ സ്വമേധയാ ഈ കാർഡ് മാറ്റാനായിട്ട് അപേക്ഷ നൽകുന്നതാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗമെന്ന് പറയുന്നത്. കാർഡ് സ്വന്തമായി മാറ്റി നൽകാൻ തയ്യാറാകുന്നവർക്കെതിരെ പിഴയോ മറ്റുള്ള നിയമ നടപടികളോ ഒന്നും തന്നെ ഉണ്ടാകില്ല. അതേസമയം പാവപ്പെട്ട കുടുംബങ്ങളെയൊക്കെ തന്നെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 73,000-ലധികം പുതിയ PHH പിങ്ക് അതോടൊപ്പം തന്നെ AY മഞ്ഞ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തത് അർഹരായവർക്ക് വലിയ ആശ്വാസമായിട്ടുണ്ട്. ഓരോ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുകൾക്ക് ലഭിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ അളവും നിരക്കും വളരെ വ്യത്യസ്തമാണ്. ഇതിൽ സാമ്പത്തികമായിട്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് പ്രതിമാസം സൗജന്യമായിട്ട് ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നുണ്ട്. PHH പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് കാർഡിലെ ഓരോ അംഗത്തിനും കൃത്യമായ അളവിൽ മുൻഗണനാ നിരക്കിൽ ധാന്യങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നുണ്ട്. പുതിയതായിട്ട് പിങ്ക് കാർഡും അതോടൊപ്പം തന്നെ മഞ്ഞ കാർഡ് ലഭിച്ചവർ റേഷൻ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ പോസ്റ്റ് മെഷീനിൽ രേഖപ്പെടുത്തുന്ന അംഗങ്ങളുടെയൊക്കെ തന്നെ എണ്ണവും ആധാർ ഒതന്റിക്കേഷനും ഒക്കെ തന്നെ കൃത്യമാണോ എന്ന് പരിശോധിക്കേണ്ടതാണ്. കൂടാതെ റേഷൻ വാങ്ങിയ ശേഷം ലഭിക്കുന്ന കമ്പ്യൂട്ടർ രസീത് അത് കൃത്യമായിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്നത് അളവിലും വിലയിലുമുള്ള കൃത്യത ഉറപ്പാക്കാനായിട്ട് സഹായിക്കും. കൂടാതെ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങിയ ശേഷം ലഭിക്കുന്ന രസീത് അത് വാങ്ങി സൂക്ഷിക്കുന്നത് അളവിലും വിലയിലുമുള്ള കൃത്യത ഉറപ്പാക്കാനായിട്ട് സഹായിക്കും. കുടുംബത്തിലെ അംഗങ്ങളുടെയൊക്കെ തന്നെ എണ്ണത്തിലോ വിവരങ്ങളിലൊക്കെ തന്നെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് റേഷൻ കാർഡിൽ അപ്ഡേറ്റ് ചെയ്യാനും ശ്രദ്ധിക്കേണ്ടതാണ്. റേഷൻ സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ ലഭിക്കുന്ന നീല റേഷൻ കാർഡ് ഉടമകൾ NPS അത്തരം കാർഡ് ഉടമകൾക്കും അതോടൊപ്പം തന്നെ പൊതുവിഭാഗത്തിൽപ്പെടുന്ന വെള്ള റേഷൻ കാർഡ് NPNS കാർഡ് ഉടമകൾക്കും സർക്കാരിൻ്റെ പ്രതിമാസ അലോക്കേഷൻ വിവരങ്ങളൊക്കെ തന്നെ നിർബന്ധമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നീല കാർഡുകാർക്ക് ലഭിക്കുന്ന അരിയുടെയും ഗോതമ്പിൻ്റെയും അളവും വിലയും അത് ഓരോ മാസത്തെയും സ്റ്റോക്ക് ലഭ്യത അനുസരിച്ചാണ് സർക്കാർ തീരുമാനിക്കുന്നത്. നിലവിൽ വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് 10 കിലോ അരി ലഭിക്കുമെന്ന വാർത്തകളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ടെങ്കിലും ഈ 10 കിലോയും മുഴുവനായി ഒരേ സബ്സിഡി നിരക്കിലല്ല ലഭിക്കുന്നത്. റേഷൻ കടകളിൽ എത്തുമ്പോൾ ആ മാസത്തെ ഔദ്യോഗിക അലോക്കേഷൻ പ്രകാരം സബ്സിഡി നിരക്കിലും നോൺ സബ്സിഡി നിരക്കിലും എത്ര കിലോ അരി ലഭ്യമാണെന്ന് ചോദിച്ച് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ലഭിക്കുന്ന ധാന്യത്തിൻ്റെ അളവ് മാത്രമല്ല 1 കിലോയ്ക്ക് ഈടാക്കുന്ന വിലയും കൃത്യമായ രസീതുമായി ഒത്തുനോക്കേണ്ടത് നിങ്ങളുടെ അവകാശമാണ്. വരാനിരിക്കുന്ന ഓണക്കാലം പ്രമാണിച്ച് സംസ്ഥാനത്ത് വിശേഷാൽ റേഷൻ വിതരണത്തിനും പൊതുവിപണി ഇടപെടലുകൾക്കുമായിട്ട് സർക്കാർ പ്രത്യേക ക്രമീകരണങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആഘോഷവേളകളിൽ സാധാരണക്കാർക്ക് വിലക്കയറ്റം മൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ സപ്ലൈകോ വഴിയുള്ള സബ്സിഡി വിതരണത്തിനും ഉത്സവകാല ചന്തകൾക്കുമായി സർക്കാർ പ്രത്യേകം ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്.
ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്ന അരി വിതരണവും പ്രത്യേക കിറ്റ് അല്ലെങ്കിൽ ആനുകൂല്യങ്ങളും ഒക്കെ തന്നെ കൃത്യമായിട്ട് അറിയാനായിട്ട് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. മുൻഗണനാ റേഷൻ കാർഡുകൾക്കായി പുതുതായിട്ട് അപേക്ഷ സമർപ്പിച്ചവർ അപേക്ഷയുടെ നിലവിലത്തെ സ്റ്റാറ്റസ് അതുകൂടി ഓൺലൈനായിട്ട് പരിശോധിക്കണം. താലൂക്ക് സപ്ലൈ ഓഫീസറുടെ വെരിഫിക്കേഷനും അംഗീകാരത്തിനും ശേഷം മാത്രമേ കാർഡ് വിഭാഗം മാറുകയുള്ളൂ എന്നതിനാൽ തന്നെ അപേക്ഷ നൽകിയ ഉടനെ തന്നെ കാർഡ് മാറിയതായിട്ട് നിങ്ങൾ കരുതരുത്. ഏതൊരു റേഷൻ കാർഡ് ഉടമയും എപ്പോഴും ശ്രദ്ധിക്കേണ്ട 5 പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ കുടുംബാംഗങ്ങളുടെയും പേരുകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത്തേതായിട്ട് എല്ലാ അംഗങ്ങളുടെയും ആധാറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്നും പരിശോധിക്കുക. മൂന്നാമതായിട്ട് വിവരങ്ങളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായിട്ട് സജീവമായിട്ടുള്ള മൊബൈൽ നമ്പർ ബന്ധിപ്പിക്കുക എന്നതാണ്. നാലാമതായി നിങ്ങളുടെ നിലവിലത്തെ സാമ്പത്തിക സ്ഥിതിക്ക് അനുയോജ്യമായ വിഭാഗത്തിലാണോ നിങ്ങളുടെ കാർഡ് ഉള്ളതെന്നും സ്വയം വിലയിരുത്തുക. അഞ്ചാമതായിട്ട് റേഷൻ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയ ശേഷം ലഭിക്കുന്ന രസീത് പരിശോധിക്കുകയും അത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുക എന്നതാണ്. വാട്സാപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന വ്യാജ വാർത്തകൾ വിശ്വസിക്കാതെ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പത്രക്കുറിപ്പുകളെ മാത്രം വിവരങ്ങൾക്കായിട്ട് ആശ്രയിക്കുക. ചുരുക്കത്തിൽ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ശക്തമാകുന്ന ഈ ഒരു സമയത്ത് അനർഹരായിട്ടുള്ള വ്യക്തികളൊക്കെ തന്നെ സ്വമേധയാ മുൻഗണനാ റേഷൻ കാർഡുകൾ അത്തരത്തിൽ വിഭാഗത്തിൽ നിന്ന് മാറുന്നതാണ് ഭാവിയിലെ സാമ്പത്തിക ബാധ്യതകൾ, പിഴകളൊക്കെ തന്നെ ഒഴിവാക്കാൻ ഏറ്റവും നല്ലത്. ഉയർന്ന വരുമാനമുള്ളവർ, പുതിയ ജോലി ലഭിച്ചവർ, സ്വന്തമായി വലിയ വസ്തുവകകളോ വാഹനങ്ങളോ വാങ്ങിയവരൊക്കെ തന്നെ തങ്ങളുടെ കാർഡ് വിവരങ്ങൾ പുനഃപരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതേസമയം അർഹരായിട്ടുള്ള പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ പൂർണ്ണമായി ലഭ്യമാക്കാനായിട്ട് പുതിയ കാർഡ് വിതരണത്തിലൂടെ സർക്കാരിന് സാധിക്കുന്നുണ്ട്. റേഷൻ വിഹിതങ്ങൾ, പെൻഷൻ അപ്ഡേറ്റുകൾ, അതുപോലെ തന്നെ കർഷക ആനുകൂല്യങ്ങൾ, സർക്കാർ ക്ഷേമ പദ്ധതികൾ എന്നിവയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് തത്സമയം അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഇനി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇത്തരം അപ്ഡേറ്റുകൾ തുടർന്ന് ലഭിക്കാനായിട്ട് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാവരും ഫോളോ ചെയ്യുവാനും മറക്കാതിരിക്കുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.